ഫ്രണ്ട്സ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പ് സി കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം സാലറി ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് +2 കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. ഇനി നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം, അതുപോലെ ഫസ്റ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഒരു ദിവസം മുൻപാണ് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കൂടെ കാണാം. AIF നിയമനം എന്ന് പറയുന്നതാണ്. തമ്പനിയിൽ നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം. ചാനലിൽ കയറി വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കാണാം. ഏകദേശം 30 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. 29.41 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയും അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ജനറലായുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ സീക്ക് ചെയ്ത് കാണുകയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കോമഡി എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണും. ഇതൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വീഡിയോ പോലെയുള്ളൊരു സംഭവം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ തെറ്റുകളൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ പഠിക്കുന്നതും പഠിക്കാത്തതും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ആദ്യം നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയാൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് നിങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് ഇതൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ മുഴുവൻ കാണുക, അതിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കുക. എന്നതിന് ശേഷമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ല വെറുതെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നു അതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്യല്ല വേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഇടുന്നത്. ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നെന്ന് പറഞ്ഞ് പോകുന്ന രീതിയിലല്ല. അതുകൊണ്ട് ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ ചില ഉദ്യോഗാർത്ഥികളോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ടാക്കി പറയാൻ പറ്റുമെന്നൊക്കെ. ഷോർട്ടാക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചില ഉദ്യോഗാർത്ഥികളെ കൺഫ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അത്രയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സീക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. അറിയാത്തവരാണെങ്കിൽ മുഴുവനായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ 30 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൽ A to Z കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ജസ്റ്റ് നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ പലരും നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് എന്താണ് ഇത് ജെന്യൂൻ ആണോ എന്നുള്ള കാര്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് നിങ്ങൾക്കൂടെ കാണാം. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് 17-23 മെയ് 2025 ആ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്നതാണ്. ഗ്രൂപ്പ് സി പോസ്റ്റ് സിവിലിയൻ പോസ്റ്റാണ്. ഒക്കെ വിവിധ എയർ സ്റ്റേഷനിലേക്കും എയർ യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് എയർ സ്റ്റേഷനിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൊന്ന് ജസ്റ്റ് പറയാം. അതുപോലെ ലോഡിഷൻ, അതുപോലെ ഈ ഹിന്ദി ടൈപ്പിസ്റ്റ്, കുക്ക്, സ്റ്റോർ കീപ്പർ, കാർപ്പൻറ്റർ, ഇതിൻ്റെയൊക്കെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മളിതാ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ട് കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോം ഫില്ലിംഗ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അതായത് ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് നോട്ടിഫിക്കേഷൻ ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം മറ്റൊരു ഉദ്യോഗാർത്ഥി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്യാൻ അതത് എയർ സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഒക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് നിങ്ങൾക്കൂടെ ഇത് കണ്ടപ്പോൾ മനസ്സിലേണ്ട. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ആണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പബ്ലിഷ് ചെയ്യുന്ന ഒരു വീക്ക്ലി ജേണലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ. എങ്കിലും ഇതിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് നോക്കാവുന്നതാണ്. ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI അതല്ലെങ്കിൽ +2 വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. ദെൻ 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കോഴ്സ്, അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സോ +2 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാത്തവരോ, ഇനിയല്ല നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 നിങ്ങൾ എടുത്തിട്ടില്ല, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ നിങ്ങൾക്ക് +2 ഒക്കെ ചെയ്യാനുള്ളൊരു അവസരം
ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളൊന്ന് അറിയിക്കുക. അതായത് 6 മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഓൺലൈനായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ പറ്റുന്ന സ്കീമാണ്. ഗവൺമെൻറ് എക്സാമുകൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പറ്റും. SSLC അല്ലെങ്കിൽ +2 ഒക്കെ, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കണമെങ്കിൽ ഡിഗ്രി പഠിക്കുക, PG ആണെങ്കിൽ PG പഠിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നമ്പർ ഉണ്ട് 7360219188 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എജുവലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഇനി അത് മാത്രമല്ല, നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അപ്ലൈ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മുടെ IAF ഗ്രൂപ്പ് C പോസ്റ്റിൻ്റെ ഈ ഒരു പോസ്റ്റിലേക്കാണ് വരിക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ ഞാനത് ഈ പോസ്റ്റ് ഇട്ടുണ്ട്. ഈ പോസ്റ്റിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പേജ് ഓപ്പൺ ആയി വരും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ 10th കഴിഞ്ഞവർക്ക് +1 പഠിക്കാതെ തന്നെ +2 ഡയറക്റ്റായിട്ട് പഠിക്കാനുള്ള സ്കീമുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ സിലബസ് ഒക്കെ വളരെ സിമ്പിളായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. കുറഞ്ഞ ഫീസായിരിക്കും. തുടർ പഠനം നിങ്ങൾക്ക് സാധ്യമാണ്. PSC UPSC അതുപോലെ UGC ഒക്കെ അംഗീകൃത സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് അതിനൊന്നും പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഫീസ് നിങ്ങൾ തവണകളായിട്ട് കൊടുത്താൽ മതി. ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ഏജുള്ളവർക്കും ഇതിലേക്ക് ഈ പറയുന്ന കോഴ്സ് എടുക്കാം. ഇനി 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് BA അല്ലെങ്കിൽ BCom BBA BSc BC ഒക്കെ പഠിക്കാം. ഇനി 2 വർഷം കൊണ്ട് PG കോഴ്സുകളായുള്ള MA MCom MBA MSc വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ല, SSLC നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തില്ല, +2 അറ്റൻഡ് ചെയ്തില്ല, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ SSLC +2 ഒക്കെ പഠിക്കാം. ഇനി ഡിഗ്രി നിങ്ങൾ ഇതുവരെ തുടങ്ങാത്തവർക്കും പഠിക്കാം, പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്കും പഠിക്കാം. ഇനി മുൻപ് നിങ്ങൾ എന്താണ് പരാജയപ്പെട്ടവരുണ്ടാകും, പകുതി വെച്ച് നിർത്തിയവരുണ്ടാകാം, അങ്ങനെയുള്ളവർക്ക് പഠിക്കാം. ഇനി മാർക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് അന്ന് പഠിച്ച സമയത്ത് വളരെ കുറഞ്ഞ മാർക്കൊക്കെയാണ്, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് പരിഗണിക്കാം. ഇനി അതല്ല +2 മറ്റേതെങ്കിലും വിഷയങ്ങൾക്ക് പഠിച്ചു വരാം, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചു, ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ട്രീം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് മാറ്റി പഠിക്കാനുള്ള സ്കീമുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളിതാ വാട്സപ്പ് നമ്പർ ഉണ്ട്, ജസ്റ്റ് ഇത് ലിങ്കാണ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് അവരിൽ വാട്സപ്പിലേക്കാണ് പോവുക, അവരെ കണക്ട് ചെയ്യുക, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫോമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലാണ് ഫോം കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം. ഈ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് സഹകരിക്കുക. അപ്പോൾ ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നിങ്ങളുടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഞാൻ ഒരു അപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഓപ്പൺ ആക്കാൻ നിങ്ങൾക്ക് ഇതാണ് ഒരു അപ്ലിക്കേഷൻ ഫോം. ഈ അപ്ലിക്കേഷൻ ഫോം അല്ലാതെ 2 അപ്ലിക്കേഷൻ ഫോമും പാടുണ്ട്. ആ 2 അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഇത് സെയിം തന്നെ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒന്നിച്ച് ബോർഡറൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരാം. ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് എയർഫോഴ്സ് ഗ്രൂപ്പ് C, അതുപോലെ ഈ ഒരു ഫയലും ഞാൻ ഇന്നലെ ഇട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം അപ്ലിക്കേഷൻ ഫോമാണ്, പക്ഷേങ്കിലും അതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 3 നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ബെറ്റർ നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ഏതാണ് ബെറ്റർ വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് അത് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഫില്ല് ചെയ്ത് കാണിക്കുന്നത് ഇതിൽ തന്നിരിക്കുന്ന നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോമാണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ഇതുണ്ടോ. ഓക്കെ, ഇതാണ് ഫോർമാറ്റ്, അപ്ലിക്കേഷൻ ഫോമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വേർഡിലിട്ട് ടൈപ്പ് ചെയ്തിട്ട് നല്ല നിങ്ങളുടെ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇനി അതല്ല നമ്മൾ ഓൾറെഡി തന്നത് യൂസ് ചെയ്യാം. ആ തന്നതിൽ 3 ഉണ്ട്. ആ 3 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ആണ്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ആപ്ലിക്കേഷൻ ഫോം കിട്ടാൻ ഞാൻ പറഞ്ഞ 2-3 വഴികൾ ഞാൻ പറഞ്ഞു. അതായത് ഒന്ന് നമ്മുടെ വെബ്സൈറ്റിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉണ്ട് ടെലഗ്രാം, അതിൽ ക്ലിക്ക് ചെയ്താൽ ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. അതിൽ 2 ഫോം ഉണ്ട്, അതും എടുത്തിട്ട് ഏതാണ് ബെറ്റർ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാം സംഭവം സെയിം തന്നെയാണ്, അലൈൻമെൻറ്റിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ. അലൈൻമെൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ സ്പേസും അതുപോലെ ബോർഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചിലയിൽ. അപ്പോൾ അതൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതാണ് ബെറ്റർ, ആ ഒരു നീറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാം സെയിം കണ്ടൻറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര പോസ്റ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിന് കുറച്ച് കണ്ടീഷൻ ഞാൻ പറയാം. ഇവിടെ കാണാം, അപ്പോൾ ഞാൻ ഇവിടെ MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, MTS അതായത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. ഓക്കെ, ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഏത് യൂണിറ്റിലേക്കാണ്. അപ്പോൾ ഞാൻ ഈസ്റ്റേൺ എയർ കമാൻഡ് IAF ആണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂണിറ്റ്, ഇതാണ് യൂണിറ്റ് വരുന്നത്, ഈസ്റ്റേൺ എയർ കമാൻഡ് IAF. ഓക്കെ, ഇത് കൊടുക്കുന്നതിലും തെറ്റില്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഇതാണ് ബെറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എയർ ഓഫീസ് കമാൻഡിങ് ഇതൊരു പോസ്റ്റൽ അഡ്രസ്സാണ്. ശരിക്കും നമ്മൾ യൂണിറ്റ് തന്നെ കൊടുക്കുക കേട്ടോ, ഈസ്റ്റേൺ എയർ കമാൻഡ് IAF എന്നുള്ളത് തന്നെ കൊടുക്കുക.
ഓക്കെ, അതാണ് യൂണിറ്റ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങളിതാ ഇത് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെങ്കിൽ വെസ്റ്റേൺ എയർ കമാൻഡ് IAF ആണ് കൊടുക്കേണ്ടത്. ഇനി LDC ആണെങ്കിൽ ഇവിടെ ഈ LDC ഇവിടെയുള്ള ഈ പറയുന്ന എയർ ഓഫീസ് കമാൻഡിലേക്കാണെങ്കിൽ നിങ്ങൾ എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇതാണ് കൊടുക്കുന്നത്, എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസ് എന്ന് പറയുന്ന IAF. ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് യൂണിറ്റ് എന്നുള്ളിടത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഇനി അടുത്തത് നിങ്ങൾ വീണ്ടും പോസ്റ്റ് അപ്ലൈഡ് ഫോർ, നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നത്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ പേര് കൊടുക്കുക. ഇതൊക്കെ ഞാനൊരു ഡെമോ പർപ്പസിന് വേണ്ടി വെറുതെ കുറച്ച് നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ പേര് അതുപോലെ നിങ്ങൾ കൊടുക്കണം. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ ബ്ലോക്ക് ലെറ്ററിൽ യൂസ് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ മന്ത് ഡേ ഇയർ ഇങ്ങനെ കൊടുക്കുക നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കണം ഞാൻ ലാസ്റ്റ് പറയാട്ടോ. നമ്മൾ സെൽഫ് ടെസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് വെക്കണം, ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത്. ഇനി ഇവിടെ ഏജ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ്, അതായത് ഈ പറയുന്ന അപേക്ഷ നമുക്ക് അവിടെ എത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ആ ലാസ്റ്റ് ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂൺ 8 ആയിരുന്നു. അപ്പോൾ അത് ചെറിയൊരു മാറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് അപ്ഡേറ്റ് ചെയ്യാം പ്രോപ്പറായിട്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 17 മെയിലാണ് ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ നമ്മുടെ ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് 30 ദിവസമാണ്. അപ്പോൾ നമുക്കൊരു ജൂൺ 15 നമ്മൾ സാധാരണ നമുക്കൊരു ജൂൺ 15 എടുക്കാം. ഓക്കെ, നമുക്ക് ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ആ ജൂൺ 15 നിങ്ങൾക്ക് എത്ര ഡേറ്റ് നിങ്ങൾക്ക് എത്ര ഇവിടെ നിങ്ങൾക്ക് എത്ര ഇയറായി, എത്ര മന്തായി, എത്ര ഡേ ആയി നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇറേസ് ചെയ്യട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട്, നിങ്ങളുടെ വയസ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നതിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ആ ഒരു അപ്ലൈ ആവുന്നുള്ള ലിങ്ക് തന്നെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ IAFൻ്റെ പോസ്റ്റ് തന്നെ കയറി ഇവിടെ ഹോം ഉണ്ടല്ലോ, ഹോമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. GOCRൽ നിന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ആണത്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഈ ജസ്റ്റ് ഈ പറയുന്ന നമ്മുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും ഹോം പേജിലേക്ക് പോകും. അപ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂൾ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. ഈ ഏജ് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴോട്ട് വരിക, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാനിപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തത് 1/1/2000 ആണ്. ഓക്കെ, നമ്മളത് അവിടെ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് 1/1/2000, 01/01/2000. അവിടെ കലണ്ടർ യൂസ് ചെയ്യാം, അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇനി ഇവിടെ ഏജ് അറ്റ് ദ ഡേറ്റ്, ഏത് ഡേറ്റിലേക്കാണ് നിങ്ങൾക്ക് ഏജ് വേണ്ടത്, അത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ 15 ആണ്. അപ്പോൾ 15/06/2025. എന്നിട്ട് ഇതവിടെ കാൽക്കുലേറ്റ് ഏജ് എന്ന് കൊടുക്കുക. അങ്ങനെ ഏജ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏജ് 25 വയസ്സ് 5 മാസം 14 ഡേയ്സ്. അതാണ് ഞാനിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 25 വയസ്സ് 25 നടിച്ചു കൊടുക്കുന്നു. ഇതിനേശം മന്ത് എത്ര ആയിരുന്നു നോക്കട്ടെ, 5 മാസം 14 ഡേയ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മന്ത്സ് എന്നുള്ളിടത്ത് നമ്മൾ 5 എന്ന് എഴുതി കൊടുക്കുക, ഡേയ്സ് എന്നുള്ളിടത്ത് നമ്മൾ 14 നടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അത് കാണാൻ നമ്മുടെ ഈസി ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇവിടെ അടുത്തത് അഡ്രസ്സാണ്, സിമ്പിൾ ഫോമാണിത്. അടുത്തത് അഡ്രസ്സിൻ്റെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, പോസ്റ്റലായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സാണ് ഈ പറയുന്ന കൊറസ്പോണ്ടൻസ് അഡ്രസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ വീട്ടുപേരാണെങ്കിൽ വീട്ടുപേര് എങ്ങനെയാണോ നിങ്ങൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കില്ല അതേപോലെ നിങ്ങളത് കൊടുക്കുക. ഓക്കെ, വീട്ടു നമ്പർ തന്നെ ഇവിടെ കൊടുത്തോളം നിർബന്ധമില്ല, നിങ്ങളുടെ വീട്ടുപേര് കൊടുത്താലും മതി. ഇനി നിങ്ങളുടെ പോസ്റ്റൽ ഓഫീസ് ഏതാണ്, അതുപോലെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ഏതാണ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ദെൻ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. പിന്നെ പിൻകോഡ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികളുടെ 2 അഡ്രസ്സും സെയിം ആയിരിക്കും, ചിലത് പെർമനൻറ്റ് അഡ്രസ്സ് വേറെ ആയിരിക്കാം. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പെർമനൻറ്റ് അഡ്രസ്സ് ഏതാണെന്ന് അത് ഫില്ല് ചെയ്യുക. അവിടെ ഇതുപോലെ നിങ്ങളത് ഫില്ല് ചെയ്യാം. പിന്നെ നിങ്ങൾ ജനറൽ ആണോ OBC ആണോ, നിങ്ങളുടെ കാസ്റ്റാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ കാറ്റഗറി. അപ്പോൾ നിങ്ങൾ SC ആണെങ്കിൽ SC എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ജനറൽ ആണെങ്കിൽ ജനറൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, OBC ആണെങ്കിൽ OBC എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും SC ST OBC ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് കോമൺ ആയിട്ട് പറയാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് ആണ് യോഗ്യത. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് ആണ് യോഗ്യത എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ 10ാം ക്ലാസ് SSLC ഒരു 10th നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളിതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് അയക്കണം. ഇനി മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇനി അതർ ക്വാളിഫിക്കേഷൻ ഓർ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, ഇനി ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ടാവും, +2ൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇനി ഡിഗ്രി വരെ പഠിച്ച ഡിഗ്രീൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എക്സ്പീരിയൻസ് ഇവിടെ എന്താണെന്നുള്ള വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം.
ഓക്കെ, ഇനി അടുത്ത് 11ാമത്തെ ചോദിക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാറ്റഗറി ഏതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റിസർവേഷൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ MTS MTS ഇവിടെ ഉണ്ട്. അപ്പോൾ MTSൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ OBC കാറ്റഗറിയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ OBC കാറ്റഗറിയിൽ 11 വേക്കൻസി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ 11 വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്, നമ്മുടെ ഫോമിൽ കൊടുക്കേണ്ടത് നിങ്ങൾ OBC എന്നാണ്. ഇപ്പോൾ ഞാനിവിടെ ജനറലാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ജനറൽ എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നു, ജനറൽ കാറ്റഗറി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു രീതി പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ OBC ആണ് നിങ്ങൾ, പക്ഷേ നിങ്ങൾക്ക് എന്താണ് NCL സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതായത് ക്രിമിലിയർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. OBCയിൽ തന്നെ നിങ്ങൾ ക്രിമിലിയർ ആണ്, നോൺ ക്രിമിലിയർ അല്ല, ക്രിമിലിയർ ആണ്. അങ്ങനെ ക്രിമിലിയർ വിഭാഗമാണ്, നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ക്രിമിലിയർ വിഭാഗമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ നിങ്ങളുടെ കാറ്റഗറി എന്നുള്ളടത്ത്, ഓക്കെ നമ്മളിവിടെ അല്ലേ, ഇവിടെ കാറ്റഗറി എന്നുള്ളടത്ത് OBC എന്ന് കൊടുക്കാം. നിങ്ങളുടെ കാറ്റഗറി OBC ആണ്, പക്ഷേ നിങ്ങൾ ക്രിമിലിയർ ആണ്, നോൺ ക്രിമിലിയർ അല്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലേക്കാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ എന്ത് ചെയ്യണം, ജനറലാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ വെച്ചാൽ നിങ്ങളടുത്ത് വാലിഡ് ആയിട്ടുള്ള എന്ത് വേണം, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വേണം, കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം. അതായത് SC/ST, OBC, EWS, എക്സ് സർവീസ്മാൻ, സ്പോർട്സ്മാൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, PWD കാൻഡിഡേറ്റ്സ്, ഇത് ഏത് കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങളടുത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജനറൽ എന്നുള്ളത് വെച്ച് കൊടുക്കണം. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ട്രെയിനിങ്ങോ മറ്റെന്തെങ്കിലും എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് മറ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്നിക്കൽ റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ അത് മാക്സിമം മെൻഷൻ ചെയ്തോളൂ. ഇനി ഡൊമസൈലാണ്, അത് നമ്മുടെ കേരള, നമ്മൾ താമസിക്കുന്നത് കേരളമാണ്. അതിൻ്റെ അറ്റസ്റ്റഡ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയിൽ നിന്ന് കിട്ടും. ഒക്കെ സെൻട്രലിൻ്റെ പർപ്പസ് എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്തത് 14ാമത്തേത്, നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യെസ് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പറും നെയിം ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, അതായത് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൽ നമ്പർ ഉണ്ടാവും, ആ നമ്പർ ഇവിടെ കൊടുക്കുക. ഏത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണ്, ഓക്കെ അതിൻ്റെ പേരുണ്ടാവും, അതും ഇവിടെ കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് എഴുതി കൊടുക്കുക. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിനെ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഡിക്ലറേഷൻ നിങ്ങൾ വായിക്കുക. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷനൊക്കെ വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഡേറ്റ് ഉണ്ട്, നമ്മൾ എന്നാണ് അയക്കുന്നത് വെച്ചാൽ ആ ഡേറ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കൊടുക്കാം. ദെൻ നിങ്ങളുടെ സിഗ്നേച്ചർ പ്രോപ്പറായിട്ട് കൊടുക്കാം. ഓക്കെ, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഞാൻ ഇതിൽ നമ്മൾ ഫോമിൻ്റെ മാതൃക കണ്ട് ഇതൊന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിലെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് അതായത് ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല, എന്തെങ്കിലും ഇപ്പം പലരും നോക്കുമ്പോൾ പല രീതിയിലായിരിക്കും കാണുക. അപ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഡിക്ലറേഷനിലോ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. ഇതെന്നാണ് നമ്മുടെ ഫോമിൽ വന്നിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കണേ. ഇനി ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓൺലിയാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടേക്ക് അങ്ങോട്ട് നമ്മളൊന്നും ഫില്ല് ചെയ്യേണ്ട, ഈ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഇതേപോലെ ബ്ലാങ്ക് ആക്കി വിടുക. അടുത്തത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അക്നോളജ്മെൻറ്റ് കാർഡാണ്. ഈ അക്നോളജ്മെൻറ്റ് കാർഡിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ഇവിടെ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. ഓക്കെ, ഇനി നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്. ഇനി ഇവിടെ അഡ്രസ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നിങ്ങൾ 6 നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൽ 6 കൊടുത്തതാണ്, ഇവിടെ കൊടുത്ത അതേ അഡ്രസ്സാണ് നിങ്ങൾ എവിടെ കൊടുക്കേണ്ടത്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഓക്കെ, ഈ അഡ്രസ്സ് മാറിപ്പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുക, പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് വരുന്ന അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി 4ഉം 5ഉം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫില്ല് ചെയ്യേണ്ട, ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യാനും പാടില്ല, ഇതും ബ്ലാങ്ക് ആക്കി വിടണം. ഓക്കെ, ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട. ഇത്രയുമാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം. 2 പേജാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കണം. ഇവിടെ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് സൈൻ ചെയ്യാം. ഓക്കെ, കുറച്ച് ഫോട്ടോയിലും കുറച്ച് നമ്മുടെ പേപ്പറിലും വരുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് സൈൻ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് ഇതിലും നമ്മളെന്താണ്, അക്നോളജ്മെൻറ്റ് കാർഡിലും നമ്മളെന്ത് ചെയ്യുക, ഫോട്ടോ ഒട്ടിക്കുക. ഓക്കെ, ഫോട്ടോ ഒട്ടിച്ച് നമ്മൾ ക്രോസ് ആയിട്ട് സൈൻ ചെയ്യാം, മറക്കരുത്. അപ്പോൾ ഇത്രയാണ് അപ്ലിക്കേഷൻ ഫോം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ അപ്ലിക്കേഷൻ അയക്കേണ്ട രീതിയാണ്. നമ്മൾ പോസ്റ്റലായിട്ടാണ് നിങ്ങൾക്ക് അയക്കേണ്ടത്. നിങ്ങൾക്ക് 2 പോസ്റ്റൽ കവർ വേണം. ഓക്കെ, ഒന്ന് വലിയൊരു പോസ്റ്റൽ കവർ വാങ്ങാം. നിങ്ങൾ ഒരു A4 സൈസിലൊക്കെ ഉള്ള വലിയൊരു പോസ്റ്റൽ കവർ വാങ്ങാം. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ വിശദമാക്കി തരാം. ഓക്കെ, ഒരു വലിയ പോസ്റ്റൽ കവർ വാങ്ങാം, ഇതേപോലെ ഒരു പോസ്റ്റൽ കവർ വാങ്ങാം. രണ്ടാമത്തെ പോസ്റ്റൽ കവർ നോർമൽ ആയാലും കുഴപ്പമില്ല, സാധാരണ പോസ്റ്റൽ കവർ ആയാലും മതി. ഓക്കെ, 2 പോസ്റ്റൽ കവർ വേണം.
ഇതാണ് മെയിൻ പോസ്റ്റൽ കവർ. നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന മെയിൻ പോസ്റ്റൽ കവറാണ് ഈ കാണുന്നത്, നിങ്ങളിവിടെ കാണുന്നത്. ഇതിലാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഈ പോസ്റ്റൽ കവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എക്സ്ട്രാ നമ്മൾ വാങ്ങി വെച്ചൊരു പോസ്റ്റൽ കവർ ഉണ്ടല്ലോ, ഈ പോസ്റ്റൽ കവറും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്ന ഈ രീതിയിലുള്ള പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഈ രീതിയിൽ തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പോസ്റ്റൽ കവർ തന്നെ വാങ്ങാം. ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇവിടെ എഴുതണം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, എന്നിട്ട് 10 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പും വാങ്ങി ഇതിൽ ഒട്ടിക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയുള്ള എക്സ്ട്രാ നമ്മൾ വെക്കുന്ന പോസ്റ്റൽ കവറാണ്, എൻവലപ്പാണ്. ഇതും പാടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോസ്റ്റൽ കവറിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം പോസ്റ്റലായിട്ട്. അപ്പോൾ അങ്ങനെ പോസ്റ്റൽ കവർ മിസ്സാകാൻ പാടില്ല. എത്ര പോസ്റ്റൽ കവർ വേണമെന്ന് പറഞ്ഞാൽ 2 പോസ്റ്റൽ കവർ വേണം. ഒന്ന് നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും ഇട്ട് അയച്ചു കൊടുക്കാനുള്ളതാണ്. ഈ പോസ്റ്റൽ കവറിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒന്നും ഇടാത്ത ഒരു പോസ്റ്റൽ കവറും പാടെ നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. ആ ബ്ലാങ്ക് ആയുള്ള പോസ്റ്റൽ കവറിൻ്റെ, അതായത് ഒന്നും ഇടാത്ത പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എഴുതണം. ഓക്കെ, 10 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒട്ടിക്കാൻ മറക്കണ്ട. ഇത് നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, നമ്മളുടെ മെയിൻ പോസ്റ്റൽ കവറിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഇനി വേറെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അതായത് നിങ്ങൾ ഇപ്പം MTS ആണെങ്കിൽ SSLC ആണ് അതിൻ്റെ യോഗ്യത. ഇനി അതിൻ്റെ വേറെ എന്തെങ്കിലും ടെക്നിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ നിങ്ങൾക്ക് ഏജ് പ്രൂഫാണ്. ഏജ് പ്രൂഫിന് വേണ്ടി നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്താണെങ്കിലും വെക്കുക. ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ വെക്കുക സർട്ടിഫിക്കറ്റൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഓർഡറിൽ അങ്ങനെ വെക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം, ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അത് വെച്ചാൽ മതി. എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ വെക്കാം. ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമല്ല. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാക്സിമം വെച്ചോളൂ കേട്ടോ. അത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ് ചിലതിൽ, അപ്പോൾ അത് കുറച്ചും കൂടെ മുൻഗണന നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. OBC ആണെങ്കിൽ OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ല, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് OBC NCL നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് ഇതിൻ്റെ കൂടെ വെക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ PWD സർട്ടിഫിക്കറ്റ് ആണ് വെക്കേണ്ടത്. പിന്നെ SC ST ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി, EWS ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതായത് ശാരീരിക വൈകല്യങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചില ഈ പറയുന്ന LDC പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടൈപ്പിംഗ് ടെസ്റ്റ് നമുക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ശാരീരിക പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ കേട്ടോ, ടൈപ്പിംഗ് ടെസ്റ്റ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും പാടെ ഈ അപേക്ഷയുടെ കൂടെ വെക്കണം. അങ്ങനെയുള്ളവർ വെച്ചാൽ മതി. അതിൻ്റെ ഫോർമാറ്റ് നമ്മുടെ അപേക്ഷാ ഫോമിലുണ്ട്. നിങ്ങൾക്ക് അത് നമ്മുടെ ടെലഗ്രാമിലുള്ള അപേക്ഷാ ഫോമിലുണ്ട് കേട്ടോ, ടെലഗ്രാമിലുള്ള അപേക്ഷാ ഫോമിലുണ്ട്. ഇതാണ് ജസ്റ്റ് ഇവിടെ കാണാം, ഇതാണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കേട്ടോ. ഇത് ശാരീരിക വൈകല്യങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് LDC പോലെയുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ അവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടൈപ്പിംഗ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഇതേപോലെ തയ്യാറാക്കണം നമ്മളത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമ്മുടെ ടെലഗ്രാമിലുള്ള സർട്ടിഫിക്കറ്റിലുണ്ട് കേട്ടോ, അതായത് ആപ്ലിക്കേഷൻ ഫോമിലുണ്ട്. ഓക്കെ, ഇനി എക്സ്-സർവീസ്മാൻ ആണെങ്കിൽ അവരുടെ ഡിസ്ചാർജ് ബുക്ക് കാര്യങ്ങളൊക്കെ അവർ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. EWS ആണെങ്കിൽ അവരുടെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം. ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം, നമ്മൾ ഫില്ല് ചെയ്ത അപ്ലിക്കേഷൻ ഫോമാണ് അതിൻ്റെ കൂടെ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെക്കേണ്ടത് അപ്ലിക്കേഷൻ ഫോമാണ് കേട്ടോ. ഫസ്റ്റ് വെക്കേണ്ടത്, അത് പ്രത്യേകം മാറിപ്പോരുത്, ഇത് ഞാനിവിടെ ഓർഡർ തെറ്റാണ്. ഫസ്റ്റ് വെക്കേണ്ടത് അപ്ലിക്കേഷൻ ഫോമോ, ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോമാണ് കേട്ടോ, ഏറ്റവും ഫ്രണ്ടിൽ വരേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിച്ചതായിരിക്കണം. ഇനി അഡീഷണൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ എക്സ്ട്രാ അഡീഷണലായിട്ട് അതിലിടണം. ഓക്കെ, നമ്മുടെ പോസ്റ്റൽ കവറില്ലേ, നമ്മുടെ ഈ പോസ്റ്റൽ കവറില്ലേ, മെയിൻ കവർ, ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ 2 ഒട്ടിക്കാത്ത 2 പാസ്പോർട്ട് സൈസ് സെയിം ഫോട്ടോഗ്രാഫ്, നമ്മൾ ഒട്ടിച്ച ഫോട്ടോ ഇല്ലേ, ആ ഒട്ടിച്ച ഫോട്ടോ പോലെ തന്നെയുള്ള 2 എക്സ്ട്രാ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി നമ്മൾ ഈ പറയുന്ന എൻവലപ്പിൽ ഇട്ട് കൊടുക്കണം. ഒട്ടിക്കൊന്നും ചെയ്യാത്തത് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള. ഓക്കെ, പിന്നെ സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ്, അത് ഞാൻ പറഞ്ഞു, സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വേറൊരു പോസ്റ്റൽ കവറും പാടെ വാങ്ങുക, എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് ചെയ്താൽ 10 രൂപയുടെ സ്റ്റാമ്പ് എന്ത് ചെയ്യുക, നിങ്ങളതിൽ ഫിക്സ് ചെയ്യാൻ മറക്കണ്ട. അത് പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ കൂടെ ലാസ്റ്റ് വെക്കാവുന്നതാണ്. ഇനി അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മെയിൻ എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾ ഈ വാചകം എഴുതണം. മെയിൻ എൻവലപ്പില്ലേ നമ്മൾ പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കുന്നത്, അതിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, എന്നിട്ട് ഏത് പോസ്റ്റിനാണ്, MTS ആണെങ്കിൽ MTS, LDC ആണെങ്കിൽ LDC ആൻഡ് കാറ്റഗറി എന്ന് നിങ്ങൾ കൊടുക്കണം. കാറ്റഗറി എന്നുള്ളത് ഞാൻ പറയാം, ഇവിടെയാണ് നിങ്ങൾ എഴുതേണ്ടത്, ഈ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ.
അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ഇപ്പോൾ MTS ആണെങ്കിൽ MTS, ഓക്കെ. എന്നിട്ട് കോമ ഇട്ടിട്ട് നമ്മൾ ഏത് കാറ്റഗറി എന്ന് എഴുതാം. എന്നിട്ട് ഏത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാറ്റഗറി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈസി ആയിട്ട്. നിങ്ങളിവിടെ കൊടുക്കുന്നില്ലേ, ഇവിടെ കൊടുക്കുന്നില്ലേ, 11ാമത്തത് ഇതിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന കാറ്റഗറി ഏതാണോ, ഇവിടെയല്ല, ഇവിടുത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റേണ്ടാവും. ഇത് നിങ്ങളുടെ കാറ്റഗറിയാണ്, പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാറ്റഗറി ഏത് കാറ്റഗറിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ എലിജിബിൾ ആയ കാറ്റഗറി ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ OBC ആണെന്ന് വിചാരിച്ചിട്ട് OBC കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. OBC തന്നെ ക്രിമിലിയർ ഉണ്ട്, നോൺ ക്രിമിലിയർ ഉണ്ട്. ക്രിമിലിയർ വിഭാഗമാണെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. നോൺ ക്രിമിലിയറിന് മാത്രമേ ഈ പറയുന്ന റിസർവേഷനും ഏജ് റിലാക്സേഷനും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ കൊടുക്കുന്നത് ആ കാറ്റഗറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ ഇവിടെ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് കാറ്റഗറി എന്ന് കൊടുത്തിട്ട് ആ കാറ്റഗറിയാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. OBC ആണെങ്കിൽ OBC, ജനറൽ ആണെങ്കിൽ ജനറൽ, അത് നിങ്ങൾ എഴുതാൻ മറക്കരുത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് എഴുതണം. ദെൻ ടു അഡ്രസ്സ് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ടു അഡ്രസ്സ്. നിങ്ങൾ ഏത് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ലോ ഡിവിഷൻ ക്ലർക്ക് മുതൽ ഇത്രയും പോസ്റ്റ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ വരെയുള്ള പോസ്റ്റിലേക്കാണ്, ഇതിലേതെങ്കിലുമൊക്കെ പോസ്റ്റിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്. എൻ്റെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ട് അഡ്രസ്സ് ഇതാണ്. എയർ ഓഫീസർ കമാൻഡിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം, എയർഫോഴ്സ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെസ്റ്റ് ബംഗാൾ പിൻകോഡ് സഹിതം ഇതിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും വെക്കണം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ വിവിധ ഈ പറയുന്ന ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതേപോലെ ഓരോ പോസ്റ്റിനും ഓരോ എൻവലപ്പ് വാങ്ങിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, പോസ്റ്റ് ചെയ്യണം. ഒന്നിലിട്ട് അയച്ചു കൊടുക്കരുത്. എല്ലാം കൂടി ഒന്നിലിട്ട് അയച്ചു കൊടുത്ത അപേക്ഷ റിജക്റ്റ് ആയി പോകും, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. കാരണം ചിലതിനൊക്കെ എന്താണ് 10ാം ക്ലാസ് യോഗ്യത ഉള്ളതിന് വിവിധ പോസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിടും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. നിങ്ങളുടെ ചോയ്സാണ്. എക്സാമൊക്കെ ഒരേ ദിവസമായിരിക്കും നടക്കുക. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അതിൽ ബെറ്റർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാത്തിലേക്കും നമുക്ക് അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിരിക്കുന്ന പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റിലായിട്ട് അയച്ചും കൊടുക്കണം. ഒരൊറ്റ എൻവലപ്പിൽ ഇട്ടിട്ട് അയച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് LDCയിലേക്ക് അപ്ലൈ ചെയ്യണം. എനിക്കിപ്പോൾ +2 യോഗ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് LDCയിലേക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ MTSയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മറ്റു ചില പോസ്റ്റിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ LDC MTS ആണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻവലപ്പ് വാങ്ങണം. എൻവലപ്പ് എനിക്ക് 4 എണ്ണം വേണം ടോട്ടൽ. ഓക്കെ, അതായത് MTSന് 2 എണ്ണം വേണം, LDCക്ക് 2 എണ്ണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ എൻവലപ്പ് വേണം, 2 അപേക്ഷാ ഫോം വേണം. ഒന്നിൽ MTSൻ്റെ ഡീറ്റെയിൽസ്, ഒന്നിൽ LDCൻ്റെ ഡീറ്റെയിൽസ്. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് MTSൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും LDCൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. എന്തൊക്കെയാണ് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് എൻവലപ്പ് വാങ്ങി സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്കാണ് അയച്ചു കൊടുക്കാൻ പറ്റുക. അല്ല, നിങ്ങൾക്ക് ഈസ്റ്റേൺ എയർ കമാൻഡിലേക്കും അയക്കാം. ഇനി അതുപോലെ വെസ്റ്റേൺ എയർ കമാൻഡിലുള്ള വേക്കൻസിയിലേക്കാണെങ്കിൽ അതിലേക്കും അയക്കാം. അതിനും പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ വെസ്റ്റേൺ എയർ കമാൻഡിൽ ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ഇതാണ് പോസ്റ്റൽ അഡ്രസ്സ് വരിക. ഓക്കെ, ഇനി അതുപോലെ ഈ പറയുന്ന AFCAOയിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ ഇതാണ് അഡ്രസ്സ് വരിക. അപ്പോൾ ഇതാണ് നിങ്ങൾ 2 അഡ്രസ്സ് കൊടുക്കേണ്ടത് കേട്ടോ. 2 അഡ്രസ്സ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് നമ്മൾ പോസ്റ്റൽ കവറിൽ എഴുതേണ്ടത് ആ അഡ്രസ്സാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.